ഹലോ കവാൻ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മലേഷ്യയിലുള്ള കെക്ലോസ്കി ടെമ്പിളിനെ കുറിച്ചാണ്. ഇത് പെനാങ് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മലേഷ്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. 1890കളിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു മലയുടെ ഇടുക്കലായ കാരണം ഒറ്റൊരു സ്ട്രക്ചറായിട്ടല്ല ഫോം ചെയ്തിരിക്കുന്നത്. പകരം പല പല സ്ട്രക്ചറുകൾ ഫോം ചെയ്തിട്ട് വലിയൊരു ടെമ്പിളാക്കി എടുത്തിരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരുടെ ഹോസ്റ്റൽ വരുന്നുണ്ട്, പല ടൈപ്പിൽ പല ഇതിലുള്ള ടെമ്പിൾസ് വരുന്നുണ്ട്, പല പ്രാർത്ഥന റൂമുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, അടിപൊളി ദേവന്മാരുടെ പ്രതിമകളും പല ടൈപ്പിലുള്ള കൊത്തുപണികളും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലൊരു പഗോഡയുണ്ട്. ഒരു 7 നിലയിൽ സ്ഥിതി ചെയ്യുന്ന പഗോഡ. ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് ഒരു 120 ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഇത് ഏകദേശം 3 ടൈപ്പിലുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബർമീസ് ഉണ്ട്, തായ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെനാങ്ങിൻ്റെ ഒരു 180 ഡിഗ്രിയിലുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ആൾക്കാർ ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്നത് ചൈനീസ് ന്യൂ ഇയർ ടൈമിലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ലാൻഡിൻ്റെ സ്വഭാവം കാരണം തന്നെ ഇത് പല സ്ട്രക്ചറായി കിടക്കുന്നതുകൊണ്ട് ഏറ്റവും താഴ്ത്ത നിലയിൽ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് കേബിൾ ട്രെയിൻ വരെ ഉണ്ട്. അങ്ങനെ കേബിൾ ട്രെയിൻ കയറി ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് അവിടെ ഗ്വാൻ യുൻ എന്ന് പറയുന്ന ഒരു ദേവൻ്റെ ബ്രോൺസിലുള്ള 30 മീറ്റർ ഹൈറ്റിലുള്ള ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പെനാങ്ങിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ആ ആൾക്കാർ തിങ്ങി പാർക്കുന്ന മെയിൻ ഏരിയയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേകതരം കാറ്റും ഒരു പ്രത്യേകതരം വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് ന്യൂ ഇയർ ടൈമിലാണ് ഇവിടേക്ക് പ്രധാനമായിട്ടും ആൾക്കാർ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ തന്നെയാണ് ഇവിടുത്തെ ഫെസ്റ്റിവലും. ആ ഫെസ്റ്റിവൽ ടൈമിൽ ഇവർ അവിടുത്തെ ഫുൾ ഏരിയ ലൈറ്റ് വെച്ച് കവർ ചെയ്യും. ലൈറ്റ് എന്നൊക്കെ പറഞ്ഞെന്ന് പറയാൻ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് പറയില്ല, അമ്മാതിരി വ്യൂ ആണ്. നമ്മൾ പുറമേ നോക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും ഒരു പ്രത്യേക അനുഭവം എന്ന് പറയില്ല, ഒരു രക്ഷയില്ല. ക്യാമറയിൽ പകർത്തിയതൊന്നുമല്ല, നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഇതിലും 100 ഇരട്ടി ഭംഗിയാണ്. ഇവിടെ മുന്നേ വന്നിട്ടുള്ളവരും ഈ ലൈറ്റ് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.